കേരളം ബജറ്റിലേക്ക്. ബജറ്റ് അവതരണത്തിന് ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി. ബജറ്റിൽ പ്രതീക്ഷയോടെ കേരളം. സാധാരണക്കാരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന ബജറ്റ് പ്രതീക്ഷിക്കാമെന്നാണ് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് രാവിലെ ബജറ്റ് അവതരണത്തിനായി നിയമസഭയിലേക്ക് തിരിക്കും മുമ്പ് പറഞ്ഞത്. നിയമസഭയിലെത്തിയ ധനകാര്യമന്ത്രി ബജറ്റ് അവതരണം അല്പസമയത്തിനകം ആരംഭിക്കും. 9 മണിക്കാണ് ബജറ്റ് അവതരണം ആരംഭിക്കുക. നിയമസഭയിൽ ആദ്യം തന്നെ എത്തിയ ധനകാര്യമന്ത്രി ഇപ്പോൾ സഭയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നിയമസഭാംഗങ്ങളെ, മന്ത്രിമാരെ കാണുന്നു, കുശലാന്വേഷണം നടത്തുന്നു. പതിവ് രീതികളാണ് ബജറ്റ് അവതരണത്തിന് മുൻപായി എല്ലാ കാലവും കണ്ടുവരുന്ന കാഴ്ചകൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയമസഭയിൽ നിന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ സഭയിൽ എത്തിയിട്ടുണ്ട്. ഇനിയും അംഗങ്ങൾ എത്താനുണ്ട് എന്നാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും 9 മണിക്ക് തന്നെ ബജറ്റ് അവതരണം ആരംഭിക്കും. അതാണ് സഭയുടെ രീതികളിൽ. മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തയ്യാറെടുത്ത് ഇരിപ്പിടത്തിൽ എത്തിയിരിക്കുകയാണ്. നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും. ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ 9ാമത്തെ ബജറ്റാണ്. ബജറ്റ് പ്രസംഗം ഒക്കെ തയ്യാറാക്കി അദ്ദേഹം സ്പീക്കറുടെ ക്ഷണത്തിനായി തയ്യാറായി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, മോർണിംഗ് ഓർഡർ 2017-18 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളുടെ അന്തിമ സ്റ്റേറ്റ്മെന്റിന്റെ സമർപ്പണവും 2018-19 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റിന്റെ അവതരണവും 2018-19 മുതൽ 2020-21 വരെയുള്ള മീഡിയം ടേം ഫിസിക്കൽ പോളിസി സ്റ്റേറ്റ്മെന്റും 4ാമത് കേരള പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ 2015-16 വർഷത്തേക്കുള്ള 2ാമത് റിപ്പോർട്ട് കാലതാമസ പത്രിക സഹിതവും മേശപ്പുറത്ത് വെക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ധനകാര്യവും കയറും വകുപ്പ് മന്ത്രി. സർ, 2017-18 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലേക്കുള്ള അവസാന ബാച്ച് ഉപധനാഭ്യർത്ഥനയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. സർ, ജനങ്ങളുടെയും സാമ്പത്തിക മുരടിപ്പ് സൃഷ്ടിക്കുന്ന അനിശ്ചിതാവസ്ഥയുടെയും മധ്യയാണ് 2018-19 സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഈ വൈഷമ്യങ്ങൾക്കിടയിലും അഭിമാനാർഹമായ പ്രവർത്തനങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ സാമൂഹ്യ സുരക്ഷയ്ക്കും സുസ്ഥിരതയ്ക്കും സമഗ്ര പശ്ചാത്തല സൗകര്യ സൃഷ്ടിക്കും വേണ്ടിയുള്ള ദൃഢനിശ്ചയമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ മുഖമുദ്ര. ഇന്ത്യ ആസകലം വീശിയടിക്കുന്ന വർഗീയതയ്ക്ക് മുന്നിൽ അഭേദ്യമായ ഒരു കോട്ടയായി കേരളം നിലകൊള്ളുന്നു. സംസ്ഥാനത്തിന്റെ സാമൂഹ്യ നേട്ടങ്ങളെപ്പോലും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇകഴ്ത്തി കാണിക്കാൻ വർഗീയവാദികൾ കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും കേരളം 1ാം നമ്പറായി തുടരുന്നു. സർ, ഇതിന് നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ 2018-19 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റ് സഭയ്ക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഓഖി ദുരന്തം ഒരു മുന്നറിയിപ്പാണ്. കേട്ടുകേൾവി പോലുമില്ലാത്ത ദുരന്തങ്ങളുടെ വെല്ലുവിളിയാണ് കാലാവസ്ഥ വ്യതിയാനം ഭൂമിയിൽ സൃഷ്ടിക്കുന്നത്. ഇത് പ്രതിരോധിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയെത്തിയിരുന്നു. ആധുനിക കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം 99-ലെ വെള്ളപ്പൊക്കമാണ്. അന്ന് തിരുവിതാംകൂർ സർക്കാർ എന്തെല്ലാം അടിയന്തര നടപടികളാണ് സ്വീകരിച്ചത്, എങ്ങനെയാണ് ദീർഘകാല നയങ്ങൾക്ക് രൂപം നൽകിയത് എന്നത് സംബന്ധിച്ച പ്രബന്ധം കഴിഞ്ഞ വർഷത്തെ കേരള ഹിസ്റ്ററി കോൺഗ്രസിൽ ലേഖാപിള്ളയും തുടങ്ങിയവരും ചേർന്ന് അവതരിപ്പിച്ചിരുന്നു. അതുപോലെ ഓഖി ദുരന്തത്തിൽ സ്വീകരിച്ച അടിയന്തര നടപടികളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രാജ്യവ്യാപകമായ അംഗീകാരം നേടിയിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങൾക്ക് പോലും അനുകരിക്കാവുന്ന ഒരു മാതൃക തന്നെയാണ് ഇക്കാര്യത്തിൽ നാം സൃഷ്ടിച്ചത്. അതിന്റെ തുടർച്ചയായി ദീർഘകാല തീരദേശ ദുരന്ത നിവാരണ വികസന പദ്ധതിക്ക് രൂപം നൽകണം. ഇതിന്റെ കരട് രൂപം നാം കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. അവ സംബന്ധിച്ച അവസാന തീരുമാനത്തിന് കാത്തിരിക്കുമ്പോഴും തീരദേശത്തിന്റെ സമഗ്ര വികസനത്തിലുള്ള പാക്കേജിന്
2018-19 ബഡ്ജറ്റ് തുടക്കം കുറിക്കുകയാണ്. സർ, തീരദേശത്തിന് 2000 കോടി രൂപയുടെ ഒരു പാക്കേജ് പ്രഖ്യാപിക്കും. മത്സ്യഗ്രാമങ്ങളിലും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് യഥാസമയം മുന്നറിയിപ്പ് എത്തിക്കുന്നതിനും അടിയന്തര സഹായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വേണ്ടിയുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് സൃഷ്ടിക്കും. ഇതിന് എല്ലാ മത്സ്യബന്ധന യാനങ്ങളെയും തീരദേശ ഗ്രാമങ്ങളെയും ബന്ധിപ്പിച്ചുള്ള സാറ്റലൈറ്റ് വിവര വിനിമയ സംവിധാനത്തിന് ദുരന്ത നിവാരണ അതോറിറ്റി രൂപം നൽകിയിട്ടുണ്ട്. 100 കോടി രൂപ ചെലവ് വരുന്ന ഈ സ്കീം സാമ്പത്തിക വർഷം നടപ്പാക്കും. തീരദേശ ഗ്രാമങ്ങളിൽ ഓരോ പൊതുകേന്ദ്രത്തിലും സൗജന്യ വൈഫൈ സംവിധാനം ഉണ്ടാകും. കടൽ തീരത്തിന്റെ 50 മീറ്റർ പരിധിയിലുള്ള മുഴുവൻ കുടുംബങ്ങളെയും മാറ്റി താമസിപ്പിച്ച് അവിടെ കണ്ടലും മരങ്ങളും വെച്ചുപിടിപ്പിക്കേണ്ടതുണ്ട്. ഇതിന് സന്നദ്ധമാകുന്ന ഓരോ കുടുംബത്തിനും 10 ലക്ഷം രൂപ നൽകുന്ന സ്കീം കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. ഇതിനായി 150 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ വികസന പാക്കേജിന്റെ വിശദ പദ്ധതി രേഖ DPR ആഗോള അംഗീകാരമുള്ള ഒരു ഏജൻസിയെ കൊണ്ട് തയ്യാറാക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യ മാർക്കറ്റുകളും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും വികസിപ്പിക്കും. മത്സ്യഫെഡിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യം കേടുവരാതെ സൂക്ഷിക്കുന്നതിന് കോൾഡ് സ്റ്റോറേജ് ശൃംഖല സൃഷ്ടിക്കുന്നതിന് NCDCയുടെ സഹായം തേടും. കക്ക സഹകരണ സംഘങ്ങളിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ആധുനിക ചൂളയും നിർമ്മിക്കുന്നതിന് 3 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. ഉൾനാടൻ മത്സ്യബന്ധനത്തിലടക്കം മത്സ്യമേഖലയിൽ വാർഷിക പദ്ധതിയുടെ ഭാഗമായി 240 കോടി രൂപയും തീരദേശ വികസനത്തിനായി 238 കോടി രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത്. തീരദേശ റോഡുകൾക്കുള്ള തുകയടക്കം മത്സ്യമേഖലയുടെ മൊത്തം അടങ്കൽ 600 കോടി രൂപ വരും. സർ, കേന്ദ്ര ധനസഹായം ഗണ്യമായി വെട്ടിക്കുറച്ചുകൊണ്ട് മത്സ്യബന്ധന തുറമുഖങ്ങളുടെ നിർമ്മാണം പ്രതിസന്ധിയിലാണ്. ആർത്തുങ്കൽ 61 കോടി, താനൂർ 36 കോടി, വെള്ളയിൽ 22 കോടി, മഞ്ചേശ്വരം 30 കോടി, തോട്ടപ്പള്ളി 80 കോടി, കാസർഗോഡ് 59 കോടി, ചെത്തി 111 കോടി, പരപ്പനങ്ങാടി 133 കോടി, കായംകുളം 36 കോടി, മുനമ്പം 8 കോടി, നീണ്ടകര 10 കോടി എന്നിങ്ങനെ 584 കോടി രൂപ ഇവയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണം. ഇവയെ വായ്പയായി ലഭ്യമാക്കുന്നതിന് തത്വത്തിൽ നബാർഡ് സമ്മതിച്ചിട്ടുണ്ട്. പണി ആരംഭിക്കാത്ത അല്ലെങ്കിൽ രണ്ടാം ഘട്ട പ്രവർത്തനം ആരംഭിക്കാതിരിക്കുന്ന ചെത്തി, പരപ്പനങ്ങാടി തുറമുഖങ്ങളെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തും. കിഫ്ബി സഹായത്തോടെ നടപ്പാക്കുന്ന ആശുപത്രി നവീകരണ പദ്ധതി താഴെ പറയുന്ന തീരദേശ ആശുപത്രികൾക്ക് മുൻഗണന നൽകും. കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റല്, കൊല്ലം ആലപ്പുഴ ജനറൽ ആശുപത്രികൾ, ഫറോക്ക്, പൊന്നാനി, ചാവക്കാട്, കരുവേലിപ്പടി, ചെട്ടിക്കാട്, കരുനാഗപ്പള്ളി, നീണ്ടകര, ചെറിയങ്കീട് എന്നീ താലൂക്ക് ആശുപത്രികളും ഇതിൽ ഉൾപ്പെടും. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെ തെരഞ്ഞെടുക്കുന്ന തീരദേശത്തിന് മുൻഗണന നൽകും. തീരദേശത്തെ ഓരോ കുടുംബത്തിന്റെയും ആരോഗ്യ മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കുകയും കുടുംബാരോഗ്യ സ്കീം നടപ്പാക്കുകയും ചെയ്യും. തീരദേശത്തെ 250 കുട്ടികളിൽ കൂടുതൽ പഠിക്കുന്ന മുഴുവൻ സ്കൂളുകളെയും ഈ വർഷത്തെ സ്കൂൾ നവീകരണ പാക്കേജ് ഉൾപ്പെടുത്തും. കടലാക്രമണം വളരെ ഗുരുതരമായിട്ടുള്ള ചെല്ലാനം, എടമലക്കാട്, പൊന്നാനി, ആലപ്പുഴ എന്നിവിടങ്ങളിൽ അടിയന്തര പ്രതിരോധ നടപടികൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. ഒരു സമഗ്ര പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള തീരത്തുടനീളം സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികൾക്ക് അവസാന രൂപം നൽകും. ഇതിനകം കിഫ്ബിയിൽ നിന്ന് 300 കോടി രൂപ അനുവദിച്ചിട്ടുള്ളതാണ്. സർ, കിഫ്ബിയിൽ നിന്നുള്ള 900 കോടി രൂപയുടെ നിക്ഷേപം തീരദേശ മേഖലയിൽ നടത്തും. ഇതിൽ തീരദേശ ഹൈവേയോ മറ്റു റോഡുകളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നെടുത്ത് പറയട്ടെ. കടലും കാറ്റും തീരത്തിന് ഉയർന്നു നൽകുന്നവരാണെന്ന് സുഗതമായ ടീച്ചർ പാടി. പക്ഷെ ആലോചനാരഹിതമായ മനുഷ്യ ഇടപെടൽ പ്രകൃതിയെ മഹാമൃത്യു രക്ഷസായി മാറ്റിയിരിക്കുകയാണ്. കെടുതി വിതച്ച് അലറുകയാണ് കാറ്റും കടലും. പക്ഷെ തീരം തളരില്ല. പ്രിയങ്കരിയായ കവി പാടിയതുപോലെ കടലമ്മ തന്മാറിൽ കളിച്ചു വളർന്നവർ കരുത്തായി ഉയർത്തെഴുന്നേൽക്കുന്നു വീണ്ടും ഞങ്ങൾ. സർ, എനിക്കുറപ്പുണ്ട് നമ്മുടെ തീരം ഈ കെടുതികളെ അതിജീവിച്ച് ഉയർത്തെഴുന്നേൽക്കും. ഈ ബഡ്ജറ്റ് അത് ലക്ഷ്യമിടുന്നു. ഏതു ദുരന്തവും കെടുതിയും സ്ത്രീകളെയാണ് ഏറ്റവും തീക്ഷ്ണമായിട്ട് ബാധിക്കുന്നത്. ഓഖിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നോക്കൂ. പുരുഷന്മാർ മരിച്ചു, ഇനി കുടുംബം പോറ്റേണ്ട ചുമതല സ്ത്രീകൾക്കാണ്. ശിഷ്ട ജീവിതത്തിന്റെ എല്ലാ ക്ലേശങ്ങളും യാതനകളെയും അതിജീവിക്കേണ്ടത് സ്ത്രീകളാണ്. സാറ തോമസിന്റെ വലക്കാർ എന്ന നോവല് ഒരു കഥാപാത്രം പറയുന്നുണ്ട്, അച്ഛൻ അറിയാൻ മേലെ ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ കാര്യം, ഞങ്ങൾ മീൻ പിടിച്ച് കരയിലെത്തിക്കുകയുള്ളൂ, വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് വീട് നടത്തേണ്ട ഭാരം ആ പാവത്തുങ്ങൾക്കാണ്. അങ്ങനെ മീൻ പിടിച്ച് കരയിലെത്തിച്ചിരുന്നവരെയാണ് ചുഴലിക്കാറ്റ് കവർന്നെടുത്തത്. ഇനി അന്നത്തെ വരുമാനം കണ്ടെത്തുന്നത് മുതൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, തൊഴില്, ഭാവി ജീവിതം എന്നിവയ്ക്ക് ഉറപ്പുവരുത്തേണ്ട സ്ഥാനത്തേക്ക് സ്ത്രീ എത്തുന്നു. അവൾക്ക് പിന്തിരിഞ്ഞോടാനോ കീഴടങ്ങാനോ കഴിയില്ല. ദുരന്തങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീയുടെ മാത്രം അനുഭവമല്ലത്. കുടുംബങ്ങളുടെ കാണാപ്പണിയടക്കം വിലമതിക്കാത്ത അധ്വാനമാണ് സ്ത്രീകളുടെ ജീവിതം. സർ,
ഒരു സ്കൂൾ കലോത്സവത്തില് കവിതാരചനക്ക് അടുക്കള എന്ന വിഷയം ലഭിച്ചപ്പോൾ പുലാപ്പറ്റ സ്കൂളിലെ 10ാം ക്ലാസ്സുകാരിയായ NB സ്നേഹ എഴുതി, കെമിസ്ട്രി സാറാണ് പറഞ്ഞത്, അടുക്കള ഒരു ലാബാണെന്ന്. പരീക്ഷിച്ച് നിരീക്ഷിച്ച് നിന്നപ്പോഴാണ് കണ്ടത്, വെളുപ്പിനുണർന്ന് പുകഞ്ഞ് തനിയെ സ്റ്റാർട്ടാകുന്ന കരിപുരണ്ട കേടുവന്ന ഒരു മെഷീൻ അവിടെ എന്നും സോഡിയം ക്ലോറൈഡ് ലായനി ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന്. സർ, ഈ അധ്വാനത്തിനനുസരിച്ചുള്ള അന്തസ്സ് സ്ത്രീക്ക് ലഭിക്കുന്നില്ല. മറ്റെല്ലാ മേഖലകളിലും കേരളം പ്രബുദ്ധതയുടെ പ്രകാശ ഗോപുരമായി നിൽക്കുമ്പോഴും ലിംഗനീതിയുടെ കാര്യത്തിൽ, ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ അപമാനകരമായ നിരക്ഷരതയാണ് നാം പുലർത്തുന്നത്. അതേസമയം അടിച്ചമർത്തലിന്റെ അവഹേളനത്തിന് നാട്ടുനടപ്പുകളെ നിവർന്നു വെല്ലുവിളിക്കാൻ പുതിയ സ്ത്രീകളെ തയ്യാറായി വരുന്നു. സിനിമാ മേഖലയിലടക്കം ആൺകൊയ്മയ്ക്കെതിരെയുള്ള തീക്ഷ്ണമായ പ്രതികരണങ്ങൾ ദൃശ്യമാണ്. സ്വന്തം വ്യക്തിത്വവും അന്തസ്സും സ്ഥാപിച്ചെടുക്കാനുള്ള സ്ത്രീകളുടെ ഈ പടയോട്ടത്തിന് ഈ ബഡ്ജറ്റ് എല്ലാ പിന്തുണയും നൽകുന്നു. സർ, അതുകൊണ്ടാണ് മലയാളത്തിലെ സാഹിത്യകാരിയുടെ വരികൾ ചേർത്ത് 2018-19 ബഡ്ജറ്റ് ഈ സഭയിൽ അവതരിപ്പിക്കുന്നു. ജെൻഡർ ബഡ്ജറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ബഡ്ജറ്റിന്റെ പൊതു സാമ്പത്തിക പശ്ചാത്തലം വിശദീകരിക്കട്ടെ. ഓഖി ചുഴലിക്കാറ്റ് പോലെയാണ് നോട്ട് നിരോധനം ഇന്ത്യൻ സമ്പദ്ഘടനയെ തകർത്തത്. ഒരു വ്യത്യാസം മാത്രം, ആദ്യത്തേത് പ്രകൃതി ദുരന്തമായിരുന്നെങ്കിൽ രണ്ടാമത്തേത് മനുഷ്യനിർമ്മിതമാണ്. നിരോധിച്ച നോട്ടൊക്കെ തിരിച്ചെത്തിയെന്ന് മാത്രമല്ല, പുതിയ നോട്ടുകൾ തിരിച്ചെത്തുന്നതിനുണ്ടായ കാലതാമസം കമ്പോളത്തെ തകർത്തു, വ്യാപാരം സൂക്ഷിച്ചു, ചെറുകിട ഉൽപ്പാദനം തകർന്നു, കോടിക്കണക്കിന് തൊഴിലരംഗം നഷ്ടപ്പെട്ടു. നോട്ട് നിരോധനം കൊണ്ട് വലഞ്ഞ സമ്പദ്ഘടനയ്ക്ക് അവധാനതയില്ലാതെ നടപ്പാക്കിയ GSTയും തിരിച്ചടിയായി. 2016-17 8% വളരുമെന്ന് പ്രതീക്ഷിച്ച ദേശീയ വരുമാനം 7.1% മാത്രമാണ് ഉയർന്നത്. ചരക്ക് സേവന നികുതി GSTയുടെ ചരിത്രം UPA സർക്കാരിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ പുതിയ നികുതി സമ്പ്രദായത്തിന് നിർദ്ദേശം കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ധനമന്ത്രിമാരുടെ എംപവർഡ് കമ്മിറ്റി അജണ്ടയായി മാറുകയും ചെയ്ത അക്കാലത്താണ്. യഥാർത്ഥത്തിൽ അന്നത്തെ പ്രധാന പ്രതിപക്ഷം അവസാന നിമിഷം നിലപാട് മാറ്റിയില്ലായിരുന്നെങ്കിൽ UPA സർക്കാരിന്റെ കാലത്ത് തന്നെ GST നടപ്പിലാകുമായിരുന്നു. കേന്ദ്രത്തിൽ 2014 അധികാരത്തിൽ വന്ന സർക്കാർ GSTയിലേക്കുള്ള നീക്കം ദ്രുതഗതിയിലാക്കി. കേരളത്തിൽ ഇപ്പോഴത്തെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴേക്കും GSTയുടെ അടിസ്ഥാന ഘടന സംബന്ധിച്ച് തീരുമാനങ്ങളായി കഴിഞ്ഞിരുന്നു. ലോക്സഭ ഭരണഘടനാ ഭേദഗതി പാസാക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. പിന്നീട് രാജ്യസഭയും ഭരണഘടനാ ഭേദഗതിയും അംഗീകരിച്ചു. ഈ പശ്ചാത്തലത്തിൽ GST കൗൺസിലിൽ കേരളം സ്വീകരിച്ച നിലപാടിതായിരുന്നു. 1. സംസ്ഥാനങ്ങളുടെ അധികാരം പരമാവധി സംരക്ഷിക്കുക. ഇതിനായി GST നിരക്കുകൾ ചെറിയ ബാൻഡിനുള്ളിൽ വേണം നിശ്ചയിക്കാൻ, അഥവാ നിരക്കിൽ ചെറിയ നീക്കുപോക്ക് വരുത്താൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം വേണം. നികുതി ഭരണത്തിൽ സംസ്ഥാനങ്ങൾക്ക് കൂടെ അധികാരം വേണം. നികുതി വിഹിതത്തിൽ ഉയർന്ന പങ്ക് സംസ്ഥാനങ്ങൾക്കുണ്ടാവണം. 2. നികുതി ഭാരം കുറയണം. പക്ഷെ ആഡംബര വസ്തുക്കൾക്ക് ഉയർന്ന നികുതിയും ആവശ്യ വസ്തുക്കൾക്ക് നികുതി ഒഴിവോ അല്ലെങ്കിൽ വളരെ താഴ്ന്ന നികുതിയോ ആയിരിക്കണം. 3. പുതിയ നികുതി സമ്പ്രദായം കേരളത്തിന് പരമാവധി അനുകൂലമാക്കുന്നതിന് ഡെസ്റ്റിനേഷൻ തത്വത്തിൽ വെള്ളം ചേർക്കുന്നതിന് കേരളം അതിശക്തമായി എതിർത്തു. ഇക്കാര്യത്തിൽ വിജയിച്ചു. മറ്റുള്ളവയിൽ ഭാഗികമായ നമ്മുടെ നിലപാടുകൾ അംഗീകരിക്കപ്പെട്ടുള്ളൂ. ചരക്കുകളുടെ മേലുള്ള നികുതി ഭാരം മുമ്പുണ്ടായിരുന്ന മൊത്തം എക്സൈസ്, വാറ്റ് തുടങ്ങിയ നികുതികളെക്കാൾ 3 കുറഞ്ഞെങ്കിലും സാധന വില കുറഞ്ഞില്ല. അങ്ങനെ GSTയുടെ നേട്ടം ജനങ്ങൾക്കല്ല, വൻകിട കോർപ്പറേറ്റുകൾക്കാണ് ലഭിച്ചത്. ഇക്കാര്യം തുടക്കം മുതൽ GST കൗൺസിൽ ഉന്നയിച്ച ആന്റി പ്രോഫിറ്ററിംഗ് ക്ലോസ് നിയമത്തിൽ ഉൾപ്പെടുത്താൻ മുൻകൈയെടുത്തതും കേരളമായിരുന്നു. എക്സൈസ് നികുതിയെ ബാധകമല്ലായിരുന്ന ചെറുകിട സ്ഥാപനങ്ങളുടെ മേൽ GST വധിച്ചത് ആ മേഖലയ്ക്ക് തിരിച്ചടിയെ. ഇതും കേരളം ഉന്നയിച്ചൊരു പ്രശ്നമാണ്. സമീപകാലത്ത് മാത്രമാണ് നികുതി പരിധി 1.5 കോടി രൂപയെ ഉയർത്തി ഇതിനൊരു പരിഹാരം കാണാൻ ശ്രമിച്ചത്. റീഫണ്ട് കിട്ടാത്തതുകൊണ്ട് കയറ്റുമതിക്കാരും അതാളത്തിലായി. GST വരുന്നപോലും നികുതി പിരിവിന്റെ കാര്യക്ഷമത കൂടും എന്ന് പൊതുധാരണ യാഥാർത്ഥ്യമായില്ല. കാരണം ലളിതമാണ്, GST ഭരണ സംവിധാനം ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. 1 മാസത്തെ പൂർണ്ണ റിട്ടേണുകളെ ഡിസംബർ മാസം വരെ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. നികുതിദായകർ നൽകുന്ന ചുരുക്ക് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നികുതി ലഭിക്കുന്നത്. അത് വെച്ചുകൊണ്ട് നികുതി വെട്ടിപ്പ് തടയാനാവില്ല. ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതാക്കി. ഇപ്പോൾ 7ാം മാസത്തിൽ റിട്ടേൺ സമ്പ്രദായം സമൂലമായി പരിഷ്കരിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റ് പരിശോധനയ്ക്ക് പകരം ഉദ്ദേശിച്ച ഇ-വേ ബിൽ സമ്പ്രദായം ഇന്നലെയാണ് നടപ്പായത്. ഇതിന്റെയൊക്കെ ഫലമായി നികുതി വരുമാനം അഗ്നേയന്റെ അടിസ്ഥാനത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ താഴെയാണ്. GST ലയിപ്പിച്ചത് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരോക്ഷ നികുതികളാണ്. എന്നാൽ ജനുവരി മാസത്തെ നികുതി വരുമാനം 86,000 കോടി രൂപയാണ്.
ഇങ്ങനെ ഇതുവരെ പിരിച്ച നികുതിയിൽ 1.35 ലക്ഷം കോടി രൂപ IGST നികുതി ഇതുവരെ വിതരണം ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്കാണ് ഇത് വലിയ തിരിച്ചടിയായിട്ടുള്ളത്. GST വരുമ്പോൾ കേരളത്തിന്റെ നികുതി 20-25% കണ്ട് ഉയരും എന്ന് നിയമസഭയിലടക്കം ഞാൻ വാദിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ നമ്മുടെ നികുതി വരുമാനം വാറ്റുകാലത്തെ പോലെ തന്നെ 10% താഴെ മാത്രമാണ് വർദ്ധിക്കുന്നത്. നഷ്ടപരിഹാരം കൂടി ചേർക്കുമ്പോൾ 14% വർധന GSTയിലുണ്ട്. കഴിഞ്ഞ 5 മാസത്തെ ശരാശരി എടുത്ത സംസ്ഥാനത്ത് വിൽക്കുന്ന ചരക്കുകളിൽ നിന്ന് നാം നേരിട്ട് പിരിക്കുന്ന SGST നികുതി 691 കോടി രൂപ വരും. ഇതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ചരക്കുകളുടെ മേൽ ചുമത്തപ്പെട്ട നികുതിയും നമുക്ക് അർഹതപ്പെട്ടതാണ്. ഇപ്രകാരമുള്ള IGST നികുതി ശരാശരി പ്രതിമാസം 802 കോടി രൂപയെ വരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ IGST SGSTക്കാൾ 1 മടങ്ങെങ്കിലും കൂടുതൽ വരേണ്ടതാണ് എന്നാണ് എന്റെ അനുമാനം. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഉപയോഗിക്കുന്ന ചരക്കുകളുടെ 75% മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവയാണ്. ഈ ചരക്കുകളിൽ നമുക്ക് ലഭിക്കുന്ന SGST ഇവിടുത്തെ വിൽപ്പനക്കാരുടെ മാർജിൻ മേലുള്ള നികുതിയാണ്. കാരണം അവർ ചരക്കുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിയപ്പോൾ കൊടുത്ത നികുതി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റായി അവർക്ക് നൽകണം. ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് തുല്യമായ തുകയാണ് IGST ആയി നമുക്ക് ലഭിക്കുന്നത്. സ്വാഭാവികമായും IGST SGSTയേക്കാൾ വളരെ ഉയർന്നതായിരിക്കും. വലിയ തോതിൽ IGST ചോർച്ച സംഭവിക്കുന്നു എന്നത് വ്യക്തമാണ്. ഈ ചോർച്ചയുടെ കാരണം നേരത്തെ തന്നെ സൂചിപ്പിച്ചു. GST നടപ്പിലായതോടെ ചെക്ക് പോസ്റ്റുകൾ നിയമപ്രാബല്യമില്ലാതായി. അതോടെ ബില്ലെഴുതാതെ നിർബാധം ചരക്കുകൾ കേരളത്തിലേക്ക് ഒഴുകുന്ന സ്ഥിതിയുണ്ടായി. ഇവ ബില്ലെഴുതാതെ കേരളത്തിൽ വിൽക്കാൻ കഴിഞ്ഞാൽ നികുതിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാകും. ഇത് തടയിടുന്നതിന് വേണ്ടി നാം കേരളത്തിൽ പ്രാബല്യത്തിലുണ്ടായിരുന്ന ഡിക്ലറേഷൻ സമ്പ്രദായം പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചു. എന്നാൽ IGSTയുടെ പേരിൽ നടപടിയെടുക്കാൻ GST കൗൺസിലിന്റെ നോട്ടിഫിക്കേഷൻ വേണമെന്ന് ഹൈക്കോടതി വിധിച്ചു. പലവട്ടം കൗൺസിൽ ഈ പ്രശ്നം ശക്തമായി ഉന്നയിക്കുകയും തീരുമാനിക്കുകയും ചെയ്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഇറങ്ങിയില്ല. ഏതാനും സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രത്യേക നോട്ടിഫിക്കേഷൻ വേണ്ടതില്ല എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. GST പ്രാബല്യത്തിൽ വന്നതോടെ നികുതി ഭരണത്തിൽ സംസ്ഥാനങ്ങൾക്ക് സംഭവിച്ച അധികാര നഷ്ടത്തിന്റെ ഉദാഹരണമാണ് ഈ അനുഭവം. നികുതി നിരക്കുകൾ മാറ്റുന്നതിനോ നികുതി ഭരണച്ചിട്ടകളിൽ മാറ്റം വരുത്തുന്നതിനോ സംസ്ഥാനങ്ങൾക്ക് കഴിയില്ല. വാറ്റ് വന്നപ്പോൾ ഈ അധികാരങ്ങളിൽ നല്ല പങ്കും നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഔപചാരികമായി ഇവ ഇല്ലാതായിരിക്കുന്നു. ഇനിയും ബാക്കിയുള്ള അധികാരങ്ങൾ കവരുന്നതിനുള്ള എല്ലാ നീക്കങ്ങളെയും ശക്തമായി എതിർക്കുന്ന നിലപാടാണ് കേരളം കൈക്കൊള്ളുന്നത്. GST മാത്രമല്ല, പെട്രോളിനുള്ള വിൽപ്പന നികുതിയും രജിസ്ട്രേഷനും സ്റ്റാമ്പ് ഡ്യൂട്ടിയും മന്ദഗതിയിലാണ് വളരുന്നത്. യഥാക്രമം 18% 11.3% വീതം. ഇതിന്റെ എല്ലാം ഫലമായി നവംബർ മാസം വരെയുള്ള കണക്കെടുത്താൽ കേരളത്തിൽ നികുതി വരുമാനം ബഡ്ജറ്റ് പ്രതീക്ഷിച്ച 16.8% പകരം 5.2% വീതമേ വളർന്നുള്ളൂ. കേന്ദ്ര ധനസഹായമാവട്ടെ നവംബർ മുതൽ വരെയുള്ള കാലയളവിൽ മുൻകാലത്തെ അപേക്ഷിച്ച് 25% മാത്രമാണ് ഉയർന്നത്. അങ്ങനെ സംസ്ഥാനത്തിന്റെ മൊത്തം റവന്യൂ വരുമാനത്തിന്റെ വർധന 7.7% മാത്രമായി. 75 അല്ല, 8.2% മാത്രമാണ് വളർന്നത്. അങ്ങനെ സംസ്ഥാനത്തിന്റെ മൊത്തം റവന്യൂ വരുമാനത്തിന്റെ വർധന 7.7% മാത്രമായി. അതേസമയം പദ്ധതി ചെലവ് 22%, പദ്ധതി ഇതര ചെലവ് 21% ഉയർന്നു. 5 വർഷമായി കേരളത്തിൽ ധനകാര്യസ്ഥിതിയുടെ പൊതു പ്രവണതയാണ് ഈ വരവും ചെലവും തമ്മിൽ വർദ്ധിക്കുന്ന പൊരുത്തക്കേട്. ഫലമോ വാർഷിക പദ്ധതിക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ കഴിയുന്നില്ല. ഇതിനുള്ള അഡ്ജസ്റ്റ്മെന്റായി വർഷാവസാന വകുപ്പുകൾക്കുള്ള പദ്ധതി പണം ചെലവായി കണക്കെഴുതിയ ശേഷം ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ സൂക്ഷിക്കുന്നത് പതിവായി. ഇതുകൊണ്ടും മതിയാവാഞ്ഞിട്ട് 2015-16 ലാംസ് രജിസ്റ്ററുകൾ കൊണ്ടുവന്നു. പൂർത്തിയാകാത്ത പ്രൊജക്ടുകളെല്ലാം തിരക്ക് പിടിച്ച് തീർക്കേണ്ടതില്ല. ഒരു ലാംസ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയാൽ മതി. അടുത്ത വർഷം നടപ്പാക്കാൻ അനുവാദം കിട്ടും. ഇത്തരത്തിൽ ഓരോ വർഷവും അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കുന്ന പദ്ധതി ചെലവ് വർദ്ധിച്ചു. അതിപ്പോൾ ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. വിവിധ അക്കൗണ്ടുകളുടേതായി ഡിസംബർ മാസത്തിൽ ട്രഷറികളിൽ ചെലവാകാതെ ഏതാണ്ട് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളുടെ 13,000 കോടി രൂപയാണ് ഡെപ്പോസിറ്റായി ഉണ്ടായിരുന്നത്. ഇതിനു പുറമെയാണ് ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക PF-ൽ ലയിപ്പിച്ചപ്പോഴും ട്രഷറി സേവിങ്സ് ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്തപ്പോഴും ഉണ്ടായ ഡെപ്പോസിറ്റ് വർധന. ഇത്തരത്തിൽ ഓരോ വർഷവും ഉണ്ടാകുന്ന അസൽ ഡെപ്പോസിറ്റ് വർധന ബഡ്ജറ്റ് കണക്കെഴുത്തിൽ പബ്ലിക് അക്കൗണ്ടിൽ നിന്നുള്ള വായ്പാ വരുമാനമായിട്ടാണ് സ്ഥാനം പിടിക്കുന്നത്. അങ്ങനെ 2016-17 പബ്ലിക് അക്കൗണ്ടിലെ വരുമാനം 10,288 കോടി രൂപയായി ഉയർന്നു. ഇത്തരത്തിൽ വർദ്ധിച്ചത് ചട്ടലംഘനമായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചു.
നമ്മുടെ അനുവദനീയമായ കമ്പോള വായ്പയിൽ തുക കുറവ് വരുത്തുമെന്ന് അറിയിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. എന്തായാലും കടമെടുപ്പ് പ്രതിസന്ധിയിലായതോടെ ദൈനംദിന ചെലവിന് പണം തികയാത്ത അവസ്ഥ വരികയും ട്രഷറി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നിർബന്ധമാവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് വിവിധ വകുപ്പുകളുടെ ട്രഷറി ഡെപ്പോസിറ്റുകളിൽ നിന്ന് 3038 കോടി രൂപ ഡെപ്പോസിറ്റുകൾ നീക്കം ചെയ്തു. ഇവരുടെ അക്കൗണ്ടുകളിൽ ബാക്കിയുള്ള പണം ചെലവഴിച്ച് കഴിഞ്ഞാൽ അധിക അനുമതിയിലൂടെ നീക്കം ചെയ്ത പണം ലഭ്യമാക്കുന്നതാണ്. പക്ഷേ ഇനിമേൽ പണം ചെലവാകാതെ ട്രഷറി അക്കൗണ്ടുകൾ കുന്നുകൂടുന്ന പ്രവണത കർശനമായി നിയന്ത്രിക്കും. ഈ നടപടികളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ വായ്പ എടുക്കാനുള്ള അവകാശം പുനഃസ്ഥാപിച്ചു. അങ്ങനെ വേസ് ആൻഡ് മീൻസ് നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ വരുമാനവും ചെലവും തമ്മിലുള്ള അന്തരം തുടരുകയാണ്. ഈ പൊരുത്തക്കേട് പരിഹരിച്ചേ തീരൂ. കർശനമായ സാമ്പത്തിക അച്ചടക്കം അനിവാര്യമാണ്. ധനക്കമ്മി അനുവദനീയമായ 3% ഒതുക്കി നിർത്തും. അനുവദനീയമായ വായ്പ ഉപയോഗപ്പെടുത്തിയിട്ടും തികയുന്നില്ലെങ്കിൽ ചെലവിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയല്ലാതെ മറ്റു മാർഗമില്ല. ഇതുപോലെ റവന്യൂ കമ്മിയും ഇല്ലാതാക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിന് 5-6 വർഷമെങ്കിലും എടുക്കും. ഇപ്പോൾ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് അടക്കം ഇനിയുള്ള ബഡ്ജറ്റിൽ ഓരോ വർഷവും റവന്യൂ കമ്മി 20-30 ബേസിസ് പോയിന്റ് വീതം കുറയ്ക്കും. ഈ പരിധികൾക്കുള്ളിൽ നിന്ന് വേണം ചെലവുകൾ നടത്താൻ. 2016-17 ധനക്കമ്മി 4.3%. 2017-18 ബഡ്ജറ്റിൽ ഇത് 3.4% താഴ്ത്തി നിശ്ചയിച്ചു. പുതുക്കിയ ബഡ്ജറ്റ് കണക്കിൽ അത് 3.3% വീണ്ടും താണിരിക്കുകയാണ്. 2018-19 ധനക്കമ്മി 3.1% മാത്രമായിരിക്കും. ഇതുപോലെ 2016-17 റവന്യൂ കമ്മി 2.5%. 2017-18 ബഡ്ജറ്റ് മതിപ്പിൽ ഇത് 2.1% കുറച്ചു. പക്ഷേ 2017-18 പുതുക്കിയ കണക്ക് പ്രകാരം ഇത് 1.9% താഴ്ന്നിരിക്കുകയാണ്. 2018-19 റവന്യൂ കമ്മി 1.6% മാത്രമായിരിക്കും. പ്രതീക്ഷിച്ചതുപോലെ GST വരുമാനത്തിൽ ഗണ്യമായ വർധന ഉണ്ടാവുകയാണെങ്കിൽ ധനസ്ഥിതി സുസ്ഥിരമാക്കുന്ന ഈ നീക്കം കൂടുതൽ സുഗമമാകും. സംസ്ഥാനങ്ങളോട് കടുത്ത സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഈ സാമ്പത്തിക അച്ചടക്കം പാലിക്കാത്ത വിരോധാഭാസമാണ്. കേന്ദ്ര ധനക്കമ്മി 2017-18 3% ലക്ഷ്യമിട്ടത് 3.5% നിർത്താൻ കഴിഞ്ഞതിലാണ് കേന്ദ്ര ധനമന്ത്രി ഇന്നലെ അഭിമാനം കൊണ്ടത്. ഇത് സാധിച്ചത് 1,00,000 കോടി രൂപയുടെ പൊതുമേഖലാ ഓഹരികൾ വിൽക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഇതിൽ നല്ലൊരു പങ്ക് ഓഹരിയും വാങ്ങിയത് ONGC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തുകൊണ്ടാണ്. ഇടതുകാലിൽ നിന്ന് വലതുകാലിലേക്കുള്ള ഈ ബന്ധമാറ്റം ആരെ ബോധ്യപ്പെടുത്താനാണ്? പ്രതിഷേധാർഹമായ കാര്യം, സംസ്ഥാനങ്ങളോട് ചർച്ച ചെയ്യാതെ FRBM റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നടപ്പിൽ വരുത്താനുള്ള പരിശ്രമമാണ്. കടമെടുക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശത്തെ ഇനിയും പരിമിതപ്പെടുത്താനുള്ള ഈ നീക്കം സംസ്ഥാന ധനകാര്യ സ്വാതന്ത്ര്യത്തിനുള്ള വെല്ലുവിളിയാണ്. ബഡ്ജറ്റിലെ സാമ്പത്തിക അച്ചടക്കം കിഫ്ബി വഴിയുള്ള വമ്പൻ മൂലധന നിക്ഷേപ കുതിപ്പ് വിജയിപ്പിക്കുന്നതിന് ആവശ്യമാണ്. ഏതാണ്ട് 54,000 കോടി രൂപയുടെ നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ മുന്നോട്ട് വെച്ചത്. അവയിൽ 20,000 കോടിയോളം രൂപയുടെ നിർദ്ദേശങ്ങൾ പണം അനുവദിച്ച് നിർവഹണത്തിലേക്ക് നീങ്ങുകയാണ്. അധികം താമസിയാതെ മറ്റൊരു 10,000 കോടി രൂപയ്ക്ക് കൂടി അനുവാദം നൽകും. ബാക്കി 2018-19 സമാനതകളില്ലാത്ത ഈ നിക്ഷേപം ഇന്നത്തെ സാമ്പത്തിക മാന്ദ്യത്തിനൊരു മറുമരുന്നാകും. ഈ നിക്ഷേപത്തിന്റെ അനുരണനങ്ങൾ സാമ്പത്തിക ഉത്തേജകമാകും. പക്ഷേ കിഫ്ബിയും അക്ഷയ നിധിയല്ല. വായ്പയെടുക്കുന്ന മുതലും പലിശയും തിരിച്ചു നൽകേണ്ടതാണ്. 9% പലിശയും 3 വർഷം മൊറട്ടോറിയം 7 വർഷം തിരിച്ചടവ് കാലവും അനുമാനിച്ചാൽ 1,00,000 കോടി രൂപ തിരിച്ചു നൽകേണ്ടി വരും. ഈ സഭ പാസാക്കിയ കിഫ്ബി നിയമപ്രകാരം പെട്രോൾ സെസ്സിന്റെയും മോട്ടോർ വാഹന നികുതിയുടെയും വിഹിതമായി തിരിച്ചടവ് കാലയളവ് തീരുന്നതിന് മുമ്പ് 1,00,000 കോടി രൂപ കിഫ്ബിക്ക് ഗ്രാന്റ് ലഭിച്ചിരിക്കുന്നു. തങ്ങളുടെ ഭാവി വരുമാനത്തെ സെക്യൂരിറ്റൈസ് ചെയ്യുക മാത്രമാണ് കിഫ്ബി ചെയ്യുന്നത്. ഇപ്രകാരം നിർദ്ദിഷ്ട കാലയളവിൽ കിഫ്ബിക്ക് ഗ്രാന്റായി ലഭിക്കുന്ന തുകയും തിരിച്ചടവ് ബാധ്യതകളും സന്തുലിതമായിരിക്കുമെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടേ കിഫ്ബിയിൽ നിന്ന് പ്രൊജക്ടുകൾക്ക് കിഫ്ബി ബോർഡ് അനുവാദം നൽകൂ. കിഫ്ബി സൃഷ്ടിക്കാവുന്ന ഭാവിയിലെ ബാധ്യതയെക്കുറിച്ച് ആരും ആശങ്കപ്പെടേണ്ടതില്ല. ഇപ്പോൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ ഓരോന്നും നിങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളവയാണ്, നമുക്ക് ആവശ്യമുള്ളവയാണ്, അനിവാര്യമുള്ളവയാണ്. പക്ഷേ സാധാരണഗതിയിലുള്ള ബഡ്ജറ്റ് മിച്ചത്തിൽ നിന്നാണ് ഈ മൂലധന ചെലവുള്ള പണം കണ്ടെത്തേണ്ടതെങ്കിൽ നമ്മൾ 2 പതിറ്റാണ്ട് കാത്തിരിക്കേണ്ടി വരും. 2 ദോഷങ്ങളുണ്ട് ഇതിന്. ഒന്ന്,
ഇന്ന് വേണ്ടിവരുന്നതിനേക്കാൾ 10 മടങ്ങ് ചെലവ് നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടിവരും. 2, അതോടൊപ്പം പുതിയ ഒരു തലമുറയ്ക്ക് ഇവയുടെ നേട്ടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നാം സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം കിഫ്ബി വഴി നിർമ്മാണ പ്രവൃത്തികൾ ഇന്ന് നടത്തുകയും അടുത്ത 15 വർഷക്കാലം നമ്മൾ അനിവാര്യമായി ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടി നീക്കിവെക്കേണ്ടി വരുമായിരുന്ന തുക നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന പോലെ കിഫ്ബിക്ക് കൈമാറുകയുമാണ്. സർ, ഇതുവരെ 4270 കോടി രൂപ സംസ്ഥാന സർക്കാർ കിഫ്ബിക്ക് ഗ്രാന്റ് നൽകിയിട്ടുണ്ട്. 3000 കോടി രൂപയ്ക്ക് ജനറൽ ഒബ്ലിഗേഷൻ ബോണ്ട് പുറപ്പെടുവിക്കുന്ന തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത 3-4 മാസക്കാലത്തേക്ക് സമർപ്പിക്കുന്ന ബില്ലുകൾക്ക് പണം നൽകുന്നതിന് ഈ തുക മതിയാവും. തുടർന്നുള്ള കാലയളവിൽ വേണ്ടിവരുന്ന തുക കമ്പോളത്തു നിന്നും സമാഹരിക്കുന്നതിന് ഒരു പ്രയാസവും നേരിടില്ല. ക്രിസിൽ, ഇക്ര എന്നീ 2 ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളും കിഫ്ബിക്ക് A+ ഗ്രേഡ് നൽകിയിട്ടുണ്ട്. ഇത് സ്ഥാപനത്തിന്റെ സംവിധാനങ്ങളുടെ സുതാര്യതയ്ക്കും കാര്യക്ഷമതയ്ക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരമാണ്. പ്രവാസി മലയാളികളെ ലക്ഷ്യമിട്ടുള്ള മസാല ബോണ്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് കിഫ്ബി ബോർഡ് കൈക്കൊണ്ട തീരുമാനവും അടുത്ത ധനകാര്യ വർഷം നടപ്പാകും. ജനറൽ ഒബ്ലിഗേഷൻ ബോണ്ട്, റവന്യൂ ബോണ്ട്, ലാൻഡ് ബോണ്ട് തുടങ്ങിയ വിവിധതരം ബോണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ ആഭ്യന്തര കമ്പോളത്തിൽ നിന്ന് വിഭവ സമാഹരണം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. നിർദ്ദിഷ്ട പ്രൊജക്ടുകൾക്ക് വിദേശത്തുനിന്ന് താഴ്ന്ന പലിശയ്ക്ക് ദീർഘകാല നിക്ഷേപം സമാഹരിക്കുന്നതിന് കിഫ്ബിക്ക് കീഴിൽ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് രൂപം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ KSFEയുടെ NRI ചിട്ടികൾ മാർച്ച്-ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കും. ഇതിനുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ചിട്ടിയിൽ ചേരുന്നവർക്ക് അപകട ഇൻഷുറൻസും നിബന്ധനകൾക്ക് വിധേയമായി പെൻഷനും ലഭ്യമാക്കും. പലിശയല്ല, ഡിവിഡന്റും കമ്മീഷനുമാണ് ചിട്ടിയുടെ നടത്തിപ്പ് തത്വങ്ങൾ എന്നത് ഗൾഫ് മേഖലയിൽ ചിട്ടിയെ കൂടുതൽ ആകർഷകമാക്കും. വിദേശ മലയാളികൾ വലിയൊരു സംഖ്യ ഏതെങ്കിലും രൂപത്തിലുള്ള സമ്പാദ്യ പദ്ധതിയിൽ നിക്ഷേപിക്കുന്നുണ്ട്. ഇതിനൊരു മാർഗമായി ചിട്ടി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ബാങ്കിംഗ് മേഖലയിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടം ഉറപ്പായും ലഭിക്കുമെന്ന് മാത്രമല്ല, നാടിന്റെ വികസനത്തിനുള്ള സഹായമായി അത് മാറുകയും ചെയ്യും. ചിട്ടിയിൽ നിന്നുള്ള ഫ്രീ ഫ്ലോട്ട് കിഫ്ബി ബോണ്ടുകളിൽ ഹ്രസ്വകാല ബോണ്ടുകളായി നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഭാവനയല്ലേ എന്ന് ചിന്തിക്കുന്നവരോട് ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ KSFEക്ക് 18,000 കോടിയുടെ ചിട്ടി ടേൺ ഓവർ ആണുള്ളത്. ഇതിൽ നിന്ന് 5,000 കോടി രൂപയുടെ ഫ്രീ ഫ്ലോട്ട് ഇപ്പോൾ തന്നെ ട്രഷറിയിൽ ഡെപ്പോസിറ്റായി ഉണ്ട്. അതുകൊണ്ട് പ്രവാസി ചിട്ടിയിൽ നിന്ന് മാത്രം കിഫ്ബിക്ക് ചുരുങ്ങിയ കാലയളവിൽ വലിയ തോതിൽ വിഭവ സമാഹരണം നടത്താൻ കഴിയുന്നതാണ്. കിഫ്ബി പദ്ധതികൾക്കുള്ള കാലതാമസത്തെക്കുറിച്ച് പലരും വിമർശിക്കാറുണ്ട്. കർശനമായ ചിട്ടകളും പരിശോധനയും ഒഴിവാക്കാനാവില്ല. സമർപ്പിക്കപ്പെടുന്ന പദ്ധതികൾ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പരിശോധന പൂർത്തിയാക്കുന്നുണ്ടെന്നാണ് കണ്ടത്. പക്ഷെ മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകാനാവില്ല. കിഫ്ബിയിൽ എല്ലാ പദ്ധതികൾക്കും നേട്ടക്കോട്ട വിശ്ലേഷണവും പാരിസ്ഥിതിക സാമൂഹ്യ പ്രത്യാഘാത പഠനവും വിശദമായ ഇൻവെസ്റ്റിഗേഷനും എസ്റ്റിമേറ്റും അനിവാര്യമാണ്. നിർവഹണ ഏജൻസികളുടെ കാര്യക്ഷമത ഉയർത്തുകയും പരിഹാരമുള്ളൂ. നമ്മുടെ സംസ്ഥാനത്തെ നബാർഡിന്റെയും മറ്റും പദ്ധതികൾ പ്രവർത്തന പദത്തിലെത്താൻ ശരാശരി 2 വർഷം എടുക്കാറുണ്ട്. കിഫ്ബിയുടെ പകുതിയോളം പ്രൊജക്ടുകൾ പ്രഖ്യാപിച്ചിട്ട് 1 വർഷം തികഞ്ഞിട്ടില്ല. എന്നിരുന്നാലും 19,000 കോടി രൂപയ്ക്കുള്ള പദ്ധതികൾക്ക് നിർവഹണ അനുമതി നൽകിക്കഴിഞ്ഞു. ബാക്കിയുള്ള ഏതാണ്ട് എല്ലാ പദ്ധതികളും 18-19 പ്രവർത്തന പദത്തിലാക്കാൻ പറ്റും എന്നെനിക്ക് ഉറപ്പുണ്ട്. സർ, പ്രതികൂലമായ സാഹചര്യങ്ങളിലും വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു സൂചികയിലേക്ക് ഞാൻ വിരൽ ചൂണ്ടട്ടെ. ദേശീയ തലത്തിലുള്ള സാമ്പത്തിക മുരടിപ്പും ഗൾഫിൽ നിന്നുള്ള തിരിച്ചറിവും എല്ലാം ഉണ്ടായിട്ടും കേരള സമ്പദ്ഘടന 2016-17 7.4% വേഗതയിൽ വളർന്നു. ദേശീയ ശരാശരിയേക്കാൾ മെച്ചപ്പെട്ട പ്രകടനമാണ് കേരളത്തിൻ്റെത്. ദാരിദ്ര്യ ലഘൂകരണത്തിലും ജീവിത ഗുണമേന്മ ഉയർത്തുന്നതിലും സംസ്ഥാനത്തിന്റെ മികച്ച പ്രകടനം തുടർന്നു. എക്കണോമിക് സർവേയിലെ 1-ാം അധ്യായത്തിൽ ഇത് വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം നമ്മുടെ സമ്പദ്ഘടനയുടെ അതിജീവന ശേഷിയാണ് സൂചിപ്പിക്കുന്നത്. വരാൻ പോകുന്ന ഗൾഫ് തിരിച്ചുവരവിന്റെ പ്രതിസന്ധി നേരിടാൻ ഈ അനുഭവം നമുക്ക് കരുത്ത് പകരും. കിഫ്ബിയിൽ നിന്നുള്ള വൻ നിക്ഷേപം ഇതിന് നമ്മെ സഹായിക്കും. സംസ്ഥാന ബഡ്ജറ്റിലെ പ്രതീക്ഷിത വരുമാനത്തിനുണ്ടായിട്ട് ഇടിവ് മൂലം പാവപ്പെട്ടവരുടെ സാമൂഹ്യക്ഷേമ ചെലവുകളിൽ ഒരു കുറവും ഉണ്ടാകില്ല എന്ന് സഭയ്ക്ക് ഞാൻ ഉറപ്പു നൽകുകയാണ്. പാവങ്ങളുടെ ആനുകൂല്യങ്ങൾക്കും സഹായങ്ങൾക്കുമായിരിക്കും ഏറ്റവും വലിയ മുൻഗണന. ഈ ബഡ്ജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം സമ്പൂർണ്ണ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇത് വിവരിച്ചതാണ്.
2018-19 മുതലാണ് ഇത് പൂർണ്ണമായിട്ടും ഇത് നടപ്പാക്കാൻ തുടങ്ങുക. എല്ലാവർക്കും വീട്, നല്ല ഭക്ഷണം, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, ജീവിതശൈലി രോഗങ്ങൾക്കടക്കം സൗജന്യ ചികിത്സ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നിവയാണ് സമ്പൂർണ്ണ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ സുപ്രധാന കണ്ണികൾ. സർ, ഇവയോരോന്നിനെയും കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ഭക്ഷണം. ഒരു നല്ല കുല വെട്ടാനുണ്ടെങ്കിൽ ഒരു കോഴി മുട്ടയിടുന്നു പറഞ്ഞാൽ കളത്തിലെ കുട്ടികളോ തമ്പാനോ അന്വേഷിച്ചു വരും. ഒരു ശീലത്തെ നടാനുള്ള ശീലം പോലും എന്നോ നഷ്ടപ്പെടുത്തിയ മനുഷ്യർ. നെല്ല് എന്ന നോവലിൽ പി. വത്സല കോറിയിട്ടതുപോലൊരു കാലം കേരളത്തിന് പണ്ടുണ്ടായിരുന്നു. സർ, ആ കാലം മാറി. കേരളത്തിന്റെ ഉപഭോഗ നിലവാരത്തിലുള്ള പുരോഗതിയുടെ ഏറ്റവും നല്ല സൂചന കപ്പയും മത്തിയും മുഖ്യ ആഹാരമായിരുന്നതിൽ നിന്ന് അരിയും മാംസാഹാരത്തിലേക്കുള്ള പരിവർത്തനമാണ്. ആളോഹരി ഉപഭോഗത്തിൽ കേരളത്തിന് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സ്ഥാനമാണുള്ളത്. പക്ഷെ ഒരു നേരത്തെ അരിഭക്ഷണം ലഭിക്കാത്തവര് ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട്. വിശന്ന് അന്തിയുറങ്ങുന്ന ഒരാൾ ഈ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇതിന് ഏറ്റവും നല്ല ഉറപ്പ് ഭക്ഷ്യസുരക്ഷാ നിയമം ഫലപ്രദമായി നടപ്പാക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മതിയായ തയ്യാറെടുപ്പുകൾ എടുക്കാത്തതിന്റെ ഫലമായി വളരെ ധൃതി പിടിച്ച ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കേണ്ടി വന്നു. അതിന് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായി. അവ ഓരോന്നും പരിഹരിച്ചു വരികയാണ്. സർവേയിൽ അപാകത മൂലം 6 ലക്ഷത്തോളം അർഹരായവർ മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്തുപോയവരാണ് ഏറ്റവും വലിയ അസംതൃപ്തിക്കിടയാക്കിയത്. ഇവർ നല്ല പങ്കും BPL കുടുംബങ്ങളായിരുന്നു. മുൻഗണനാ ലിസ്റ്റിൽ പുറത്തുള്ളവർക്ക് ചെറിയ തൂക്കം അരിയെ ലഭിക്കുന്നുള്ളൂ എന്നതും മറ്റൊരു ഗൗരവമായ പ്രശ്നമാണ്. കഴിഞ്ഞ ഏതാനും മാസം ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഫലമായി ഇതിനകം 2.4 ലക്ഷം സർക്കാർ ജീവനക്കാർ അടക്കമുള്ളവർ നിലവിലുള്ള മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയി. കെട്ടിട ഉടമസ്ഥയുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ 1 ലക്ഷം പേരെങ്കിലും നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്ന് വ്യക്തമായി. ഇപ്പോൾ 4 ചക്ര വാഹന ഉടമസ്ഥയുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പട്ടികയിൽ നിന്ന് 5-6 ലക്ഷം പേരെങ്കിലും മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് ന്യായമായും പുറത്തുപോകും. അതോടെ മുൻഗണനാ ലിസ്റ്റിൽ നിന്നും വിട്ടുപോയ പരാതികൾ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയും. ഈ പോസ്റ്റ് മിഷൻ സ്ഥാപിക്കുന്നതോടെ റേഷൻ ചോർച്ച ഗണ്യമായി കുറയ്ക്കാനാവുകയും മിച്ചം വരുന്ന അരിയുടെ ഒരു ഭാഗം മുൻഗണനാ ലിസ്റ്റിൽ പുറത്തുള്ളവർക്ക് അധികമായി നൽകാനും കഴിയും. ഭക്ഷ്യ സബ്സിഡിയായി ഈ വർഷത്തെ ബഡ്ജറ്റിൽ 954 കോടി രൂപ വകയിരുത്തുന്നു. റേഷൻ വ്യാപാരികളുടെ അലവൻസ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, സുഗമമായ റേഷൻ വിതരണത്തിന് 314 തസ്തിക സൃഷ്ടിക്കുകയും ഉണ്ടായി. ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി 31 കോടി രൂപ പ്രത്യേകമായി വകയിരുത്തുന്നു. ഇത് മുഖ്യമായും റേഷൻ കടകളുടെ നവീകരണത്തിനും ഗവേണൻസിനും വേണ്ടിയുള്ളതാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട റേഷൻ കടകളെ മാർജിൻ ഫ്രീ പലചരക്ക് കടകളായി പ്രവർത്തിപ്പിക്കുന്നതാണ്. കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ഡെവലപ്മെന്റ് 6 കോടി രൂപ വകയിരുത്തുന്നു. ഇതിനു പുറമെ കമ്പോള ഇടപെടലിന് വേണ്ടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും കൺസ്യൂമർ ഫെഡിനും കൂടി 250 കോടി രൂപ വകയിരുത്തുന്നു. സപ്ലൈകോ കടകൾ നവീകരിക്കുന്നതിന് വേണ്ടി 8 കോടി രൂപ വകയിരുത്തുന്നു. പാണിയിൽ തുഴയില്ല, തോണിയിൽ തുണയില്ല, ക്ഷോണിയിൽ ഒരു ലക്ഷ്യവും അറിയുകയുമില്ല എന്ന് ലളിതാംബിക അന്തർജനത്തിന്റെ സാവിത്രി അഥവാ വിധവ വിവാഹം എന്ന പ്രശസ്ത നാടകത്തിലെ കഥാപാത്രം പാടുന്നുണ്ട്. ആരാരും തുണയില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത, ഒരു ദിവസവും എങ്ങനെ തള്ളി നീക്കണം എന്നറിയാതെ ഉള്ള അഗതികളും അനാഥരുമായി ജീവിക്കുന്നവർ കേരളത്തിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് വിശപ്പ് രഹിത കേരളം പദ്ധതി. 2010 ബഡ്ജറ്റ് പ്രഖ്യാപിച്ച ഈ പദ്ധതി ആലപ്പുഴ ജില്ലയിൽ വിജയകരമായി പ്രവർത്തികമാക്കിയത് ഇക്കൊല്ലമാണ്. അഗതികളായ 400 കിടപ്പ് രോഗികൾക്ക് സൗജന്യമായ വീട്ടുപടിക്കൽ 2 നേരത്തെ ഭക്ഷണം നൽകുന്നതിനോടൊപ്പം സൗജന്യ വിലക്ക് ഭക്ഷണശാല വഴി ഭക്ഷണം നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. കഴിഞ്ഞ 1 വർഷക്കാലം തുടർച്ചയായി മെഡിക്കൽ കോളേജ് ആശുപത്രികൾ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ പൊതിച്ചോറ് ഒരു യുവജന സംഘടന നൽകി വരുന്നുണ്ട്. ഇത്തരം ഇടപെടലുകൾക്ക് ലഭിക്കാവുന്ന ജനപിന്തുണയുടെ ഉദാഹരണമാണിത്. ആലപ്പുഴയുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിശപ്പ് രഹിതം പദ്ധതി കേരളത്തിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. റേഷനറിയും പലവ്യഞ്ജനങ്ങളും വിശപ്പ് രഹിത കേരളം പദ്ധതിക്ക് സഹായ വിലക്ക് ലഭ്യമാക്കും. പട്ടിണി കിടക്കുന്ന ഒരാളും കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് 3 വർഷം കൊണ്ട് ഉറപ്പുവരുത്തും. നല്ല ഭക്ഷണം പരിപാടിയുടെ ഭാഗമായി പച്ചക്കറി, പാൽ എന്നിവയിൽ സ്വയം പര്യാപ്തിയും കോഴിയിറച്ചിയുടെയും മുട്ടയുടെയും ഉത്പാദനം ഗണ്യമായി ഉയർത്തുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത്. ഒരു നൂതന സംരംഭം എന്ന നിലക്ക് ഇറച്ചിക്കോഴി വളർത്ത വ്യാപകമാക്കി ന്യായവിലക്ക് നല്ല ഇറച്ചി സംസ്ഥാനത്ത് ലഭ്യമാക്കാനുള്ള ജനകീയ ഇടപെടൽ ആരംഭിക്കുകയാണ്. എല്ലാ പഞ്ചായത്തുകളും കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കോഴി വളർത്തൽ യൂണിറ്റുകൾ ആരംഭിക്കും. സർ, ആദ്യ ബാച്ച് കുടുംബശ്രീ കോഴിയിറച്ചി മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞുവെന്ന് അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്.
നിലവിലുള്ള കൃഷിക്കാർക്കും ഈ സ്കീമിൽ പങ്കാളികളാവാം. സംസ്ഥാനത്തെ കോഴികളുടെ പേരന്റ് സ്റ്റോക്ക് 50,000 ആയിട്ട് അടുത്ത വർഷം ഉയർത്തും. ഇതിനുള്ള കൃത്യമായ ധാരണ ബ്രീഡർ കമ്പനികളുമായി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹാച്ചറികളിൽ മുട്ട വിരിയിച്ച് 30-35 രൂപയ്ക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കൃഷിക്കാർക്ക് ലഭ്യമാക്കുന്നതിനാണ് പരിപാടി. ഫാം ഗേറ്റിൽ കോഴിയിറച്ചി 87 രൂപയ്ക്ക് പെപ്കോയ്ക്കും ബ്രഹ്മഗിരി മീറ്റ് പ്രൊഡക്ട്സിനും ലഭ്യമാക്കും. പേരന്റ് സ്റ്റോക്ക് ഫാമുകളും ഹാച്ചറിയുകളും മറ്റും ആരംഭിക്കുന്നതിന് വേണ്ടി പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷന് 18 കോടി രൂപ വകയിരുത്തുന്നു. ആവശ്യമെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് സബ്സിഡി നൽകുന്നതിനും മാളയിലെ കോഴിത്തീറ്റ ഫാക്ടറി പ്രവർത്തനക്ഷമമാക്കുന്നതിനും ബ്രഹ്മഗിരി സൊസൈറ്റിക്ക് പദ്ധതിക്ക് വേണ്ടി എടുക്കുന്ന വായ്പയ്ക്ക് പലിശ സബ്സിഡി നൽകുന്നതിനും വേണ്ടി 20 കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു. ബ്രഹ്മഗിരി സൊസൈറ്റിയുടെ വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകുന്നതാണ്. മത്സ്യവിപണിയിലും ശക്തമായി മത്സ്യഫെഡ് വഴി ഇടപെടുന്നതിന് പദ്ധതിയുണ്ട്. എല്ലാവർക്കും വീട്. സ്വപ്നങ്ങളുടെ കണക്കെഴുതിയ ഡയറിയുമായി ജീവിക്കുന്ന ഒരു അച്ഛൻ സാറ ജോസഫിന്റെ മറ്റാത്തി എന്ന നോവലിലുണ്ട്. അതിലൊരെണ്ണം 100% പാർപ്പിടമെന്ന അതിമോഹമാണ്. അതും നോക്കി നിർവഹിക്കപ്പെടുന്നത് 1-2 തവണയല്ല. നെടുവീർപ്പുകൾ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുമെന്ന് അച്ഛൻ ഉറച്ചു വിശ്വസിക്കുന്നു. സർ, ആ സ്വപ്നം ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കുകയാണ്. പാർപ്പിട പ്രശ്നം സ്ഥായിയായി പരിഹരിക്കാൻ ഭൗതിക സാഹചര്യങ്ങളുള്ള ഏക സംസ്ഥാനം ഇന്ന് കേരളമാണ്. ഇന്ന് ഒരു കുടുംബത്തിൽ ശരാശരി 1-2 കുട്ടികൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് ഇന്ന് വീടില്ലാത്തവർക്കെല്ലാം വീട് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ കുടുംബങ്ങൾക്ക് രൂപം കൊള്ളുമ്പോൾ അവയ്ക്ക് പുതിയ വീടുകൾ ആവശ്യമായി വരില്ല. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്ര ഒരു അനുകൂല സാഹചര്യമില്ല. ഈ പശ്ചാത്തലത്തിലാണ് സമ്പൂർണ്ണ പാർപ്പിടം ഉറപ്പുവരുത്താനായി ലൈഫ് മിഷൻ ആരംഭിച്ചിട്ടുള്ളത്. പണിതീരാത്ത 77,756 വീടുകൾ നിർമ്മാണം നടന്നു വരികയാണ്. വാസയോഗ്യമല്ലാത്ത വീടില്ലാത്ത 4,21,000 പേർക്കും ഭൂരഹിതരായിട്ടുള്ള 3,38,000 പേർക്കും പുതിയ വീട് നിർമ്മിച്ച് നൽകേണ്ടതുണ്ട്. 4 ലക്ഷം രൂപയുടെ വീടുകളാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലിസ്റ്റിലുള്ള 1.76 ലക്ഷം ഭൂമിയുള്ള ഭവനരഹിതർക്കും 2018-19 വീട് നൽകുന്നതിന് ലക്ഷ്യമിടുന്നു. റേഷൻ കാർഡ് ഇല്ല എന്നുള്ളത് കൊണ്ട് ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയിട്ടുള്ള അഗതി കുടുംബങ്ങളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ലിസ്റ്റിൽ നിന്ന് വിട്ടുപോയി എന്ന് പരാതിപ്പെടുന്നവരുടെ കാര്യം തുറന്നുള്ള വർഷങ്ങളിൽ പരിഗണിക്കും. PMAY വീടുകളാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ ധനസഹായമായി 2.5 ലക്ഷം രൂപ നൽകുന്നതാണ്. PMAY വീടുകൾ ഉൾപ്പെടുത്താത്ത വീടുകളാണെങ്കിൽ 1 ലക്ഷം രൂപ വീതമാണ് ധനസഹായം നൽകുക. ബാക്കി തുക തദ്ദേശഭരണ സ്ഥാപനങ്ങൾ സ്വന്തം പ്ലാൻ ഫണ്ടിൽ നിന്നോ വായ്പയായോ കണ്ടെത്തേണ്ടതാണ്. ആവശ്യമായ തുക വായ്പയായി എടുത്ത് തദ്ദേശഭരണ സ്ഥാപനം നൽകാൻ പ്രത്യേക ഫിനാൻസ് കമ്പനിക്ക് രൂപം നൽകുന്നുണ്ട്. ഇങ്ങനെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകളുടെ മുതൽ അവരുടെ ഭാവി പ്ലാൻ ഫണ്ടിൽ നിന്ന് വർഷം തോറും കുറവ് ചെയ്യും. പലിശ സർക്കാർ വഹിക്കും. ഭൂരഹിതർക്ക് പൊതുവായ സ്ഥലം കണ്ടെത്തി ഫ്ളാറ്റ് അടിസ്ഥാനത്തിലുള്ള കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിക്കാനാണ് പദ്ധതി. 10 ലക്ഷം രൂപ വരെ ഫ്ളാറ്റ് ഒന്നിന് ചെലവ് വരും. താമസ സൗകര്യത്തിനോടൊപ്പം അംഗനവാടികൾ, തൊഴിൽ നൈപുണ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയ പൊതുസൗകര്യങ്ങളും ഈ സമുച്ചയങ്ങളിലുണ്ടാകും. നഗരകേന്ദ്രങ്ങളിലെ പാർപ്പിട സമുച്ചയങ്ങൾക്കാണ് മുൻഗണന നൽകുക. ലൈഫ് പാർപ്പിട പദ്ധതിക്കായി ഈ വർഷം 2,500 കോടി രൂപ വകയിരുത്തി. സമഗ്ര ആരോഗ്യ സുരക്ഷ. കേരളത്തിലെ ആരോഗ്യ സംവിധാന വളർച്ചയിൽ നിർണായക സ്വാധീനം ചെലുത്തിയ പ്രതിഭകളിൽ ഒരാളാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. യൂണിവേഴ്സിറ്റി കോളേജിലെ ആദ്യത്തെ വിദ്യാർത്ഥിനി, ബ്രിട്ടനിൽ മെഡിക്കൽ ബിരുദം നേടിയ ആദ്യ ഇന്ത്യൻ വനിത, തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ നിയമസാമാജിക, ലോകത്തെ ആദ്യത്തെ വനിതാ സർജൻ ജനറൽ എന്നീ നിലകളിലെല്ലാം അവർ തിളങ്ങി. ഇവരുടെ തലമുറ അസ്ഥിവാരമിട്ട ആധുനിക വൈദ്യശാസ്ത്ര ആതുരാലയങ്ങളുടെ ശൃംഖലയും വാക്സിനേഷനും പകർച്ചവ്യാധികളിൽ നിന്ന് കേരളത്തെ അകറ്റി. സംസ്ഥാന രൂപീകൃത വേളയിൽ പോലും 45 പ്രതിശീർഷ ആയുസ്സിനെ 76 ഉയർത്തുന്നതിൽ ഇത് പങ്കുവഹിച്ചിട്ടുണ്ട്. ഈ അനുഭവങ്ങളെ മറന്നുകൊണ്ട് വാക്സിനേഷനും ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരെ സംഘടിത എതിർപ്പ് ചില കോണുകളിൽ നിന്ന് ഉയരുന്നുവെന്നത് ഗൗരവമായി കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലെ 2ാം തലമുറ വെല്ലുവിളികളെ നാം നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ആയുർദൈർഘ്യത്തിലുണ്ടായിട്ടുള്ള വർധനയും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും ക്യാൻസർ, ഹൃദയരോഗം, പക്ഷാഘാതം തുടങ്ങിയ ഒട്ടേറെ മാരക രോഗങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് സ്വകാര്യ മേഖലയിൽ നൽകേണ്ടി വരുന്ന ഭീമമായ ചെലവ് ഒരു കുടുംബത്തിനും താങ്ങാനാവില്ല. എന്നാൽ സർക്കാർ ആശുപത്രിയിൽ ഇവയ്ക്കുള്ള ചികിത്സാ സൗകര്യങ്ങൾ പരിമിതമാണ്. നാഷണൽ സാമ്പിൾ സർവേയുടെ 69ാമത് റിപ്പോർട്ട് പ്രകാരം 2004 ഗ്രാമീണ മേഖലയിലെ 8%, നഗരമേഖലയിലെ 12% കുടുംബങ്ങൾ ദാരിദ്ര്യ രേഖയുടെ കീഴിലേക്ക് തള്ളപ്പെട്ടത് താങ്ങാനാവാത്ത ചികിത്സാ ചെലവ് മൂലമാണ്.
ഈ സാഹചര്യം കണ്ടുകൊണ്ടാണ് കിഫ്ബിയുടെ സഹായത്തോടുകൂടി മെഡിക്കൽ കോളേജ്, ജില്ലാ, ജനറൽ, താലൂക്ക് ആശുപത്രികളിൽ വലിയ തോതിൽ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് മുൻകൈ എടുത്തിട്ടുള്ളത്. ഇതോടൊപ്പം ആരോഗ്യരംഗത്ത് ഇതിനകം 550 ഡോക്ടർമാരുടെയും 1385 നഴ്സുമാരുടെയും 876 പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും പോസ്റ്റുകളും സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലമായി നമ്മുടെ ആരോഗ്യ മേഖലയുടെ മുഖച്ഛായ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ആരംഭിക്കുന്നതോടൊപ്പം മലബാർ ക്യാൻസർ സെന്ററിനെ RCC നിലവാരത്തിലേക്ക് ഉയർത്തുകയും കൊച്ചിയിൽ ഈ നിലവാരത്തിലുള്ള പുതിയ ക്യാൻസർ സെന്റർ ആരംഭിക്കുകയും ചെയ്യും. ഇതോടെ സംസ്ഥാനത്തെ 80% ക്യാൻസർ രോഗികൾക്കും ചികിത്സ നൽകാനുള്ള പ്രാപ്തി നമ്മുടെ പൊതുമേഖലയ്ക്കുണ്ട്. എല്ലാ ജില്ലാ ആശുപത്രികളും കാത്ത് ലാബ്, ഓപ്പറേഷൻ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയുള്ള കാർഡിയോളജി വകുപ്പുകൾ ആരംഭിക്കുകയാണ്. എല്ലാ ജനറൽ ആശുപത്രികളിലും എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റുകളും താലൂക്ക് ആശുപത്രികളിൽ ട്രോമ കെയർ സെന്ററുകളും ആരംഭിക്കും. എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഇപ്പോൾ ഡയാലിസിസ് യൂണിറ്റുകൾ ആയിക്കഴിഞ്ഞു. ഈ ഉന്നത ആശുപത്രി സൗകര്യ വിപുലീകരണം കൃത്യമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. സാധാരണക്കാർക്ക് ജീവിതശൈലി രോഗങ്ങൾക്കടക്കം ഗുണമേന്മയുള്ള ചികിത്സ താങ്ങാനാവുന്ന ചെലവിന് ഉറപ്പുവരുത്താനാണ് ലക്ഷ്യമിടുന്നത്. ഉപ്പയുടെ ചികിത്സയ്ക്ക് പണ്ടങ്ങൾ ഓരോന്നായി പണയം വെക്കുമ്പോഴുള്ള ഉമ്മയുടെ മുഖത്തെ നിസ്സംഗത അലട്ടിയ കുട്ടിക്കാലം BM സുഹ്രയുടെ ഒരു കഥാപാത്രം ഓർമ്മിക്കുന്നുണ്ട്. ഗൾഫിൽ പോയിട്ടായാലും കുറച്ച് കാശുണ്ടാക്കി ഉമ്മയുടെ കണ്ണീര് തുടയ്ക്കാൻ സാധിച്ചിരുന്നെങ്കിൽ പ്രകാശത്തിന് മേൽ പ്രകാശം എന്ന നോവലിലെ ഖാദർ നെടുവീർപ്പെടുന്നുണ്ട്. മലയാളികളിൽ നല്ലൊരു പങ്കിന്റെ പ്രാധാന്യതകൾക്ക് ഏറ്റവും മുന്തിയ കാരണങ്ങളിൽ നിന്ന് പുതിയ കാല രോഗചികിത്സയാണ്. ഉയർന്ന ആയുർദൈർഘ്യവും നമുക്ക് പല ദുരിതങ്ങളും സംഭാവന ചെയ്യുന്നു. ഇവയ്ക്കുള്ള ചികിത്സ സാധാരണക്കാർക്കും പ്രാപ്യമാകുമ്പോഴേ നമ്മുടെ ആരോഗ്യ സുരക്ഷാ സംവിധാനം കാലാനുസൃതമാകും. നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി സാധാരണക്കാർക്ക് മുഴുവൻ ജീവിതശൈലി രോഗങ്ങൾക്കും സൗജന്യ രോഗപരിരക്ഷ എങ്ങനെ ഉറപ്പുവരുത്താം? 2018-19 ബഡ്ജറ്റിന്റെ മർമ്മപ്രഖ്യാപനമായിട്ട് തയ്യാറാക്കിയിരുന്നത് ഇതിനുള്ള ഉത്തരമായിരുന്നു. 2 തട്ടിലുള്ള ഒരു ആരോഗ്യ പരിപാടിയായിരുന്നത്. പ്രാഥമിക തലം അടിസ്ഥാനപരമായി വിപുലീകൃത RSBY ആയിരുന്നു. 30,000 രൂപ വരെ കിടത്തി ചികിത്സ ഇതുവഴി ലഭിച്ചുകൊണ്ടിരുന്നത്. 50 ലക്ഷം കുടുംബങ്ങളെ എൻറോൾ ചെയ്യുകയും അവർക്കെല്ലാം നിർണ്ണയിക്കപ്പെട്ട പ്രോട്ടോകോൾ പ്രകാരം ജീവിതശൈലി രോഗങ്ങൾക്ക് പൊതു ആരോഗ്യ മേഖല ചികിത്സ ഉറപ്പുവരുത്തുകയുമായിരുന്നു പരിപാടി. സ്വകാര്യ അക്രഡിറ്റഡ് ആശുപത്രികളിൽ ഈ സ്കീം പ്രകാരം 2 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ആനുകൂല്യം ലഭിക്കുമായിരുന്നു. എന്നാൽ ഇന്നലെ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിൽ 5 ലക്ഷം രൂപയുടെ ദേശീയ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. RSBYയുടെ ആനുകൂല്യം ഉയർത്തണമെന്ന് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച ബഡ്ജറ്റ് പൂർവ്വ മെമ്മോറാണ്ടത്തിൽ കേരളം ആവശ്യപ്പെട്ടിരുന്നു. നമ്മൾ ഈ രീതിയിൽ പുതിയ സ്കീം കൊണ്ടുവരുന്നു എന്നുള്ള കാര്യവും സൂചിപ്പിച്ചിരുന്നു. ഉയർന്ന ഇൻഷുറൻസ് ആനുകൂല്യത്തെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം കേരള സർക്കാരിന്റെ ആശങ്ക ഞാൻ പങ്കുവെക്കുകയാണ്. അറിയാൻ കഴിഞ്ഞത് സോഷ്യോ എക്കണോമിക് സെൻസസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പുതിയ സ്കീമിന്റെ ഗുണഭോക്താക്കളായ 10 കോടി കുടുംബങ്ങളിൽ ഓരോ സംസ്ഥാനത്തിന് അർഹത നിശ്ചയിക്കുക എന്നാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് RSBYയിലുള്ള ഗണ്യമായ ഒരു വിഭാഗം കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയിൽ നിന്ന് പുറത്തു പോകാനാണ് സാധ്യത. ഇത് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു തിരിച്ചടിയാണ്. സർ, പുതിയ സ്കീമിന്റെ വിശദാംശങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ സമഗ്ര ആരോഗ്യ പരിപാടി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് RSBY പദ്ധതിയിലുള്ള ആനുകൂല്യമുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും സംസ്ഥാന സർക്കാർ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ടി വന്നാലും പുതിയ ദേശീയ സ്കീമിൽ ഉൾപ്പെടുത്തും. നിലവിലുള്ള RSBY സ്കീമിൽ അർഹതയുള്ള ആരെങ്കിലും വിട്ടുപോട്ടിന് അവരെയും ഉൾക്കൊള്ളിക്കും. ഇതിനു പുറമെ മുഴുവൻ ഇടത്തരക്കാർക്കും മറ്റുള്ളവർക്കും സ്വന്തം നിലയിൽ മുഴുവൻ പ്രീമിയം അടച്ച് പദ്ധതിയിൽ ചേരുന്നതിനെ പ്രോത്സാഹിപ്പിക്കും. സർവീസ് പെൻഷൻ ഇൻഷുറൻസ് സ്കീം ഇതുമായി എങ്ങനെ ബന്ധപ്പെടുത്താമെന്നതിനെ കുറിച്ച് ആലോചിക്കും. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് സാർവത്രികമായ ആരോഗ്യ സുരക്ഷ ഉറപ്പു നൽകുന്ന സംസ്ഥാനമായി കേരളം മാറും.